അങ്ങനെ നമ്മളെ ചെക്കന് ബ്ലഡ് ഒക്കെ എടുത്തിട്ട് നല്ല കരച്ചിലേനി ആള്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പൊ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അല്ലേ. അവിടുത്തെ പണിയൊക്കെ കഴിച്ച് അങ്ങനെ വന്നാണ്. ഇന്ന് കുട്ടിനായിട്ട് മഞ്ഞന്ന് ടെസ്റ്റ് ഒന്നും പാടെ പോകുന്നുണ്ട്. അലയാക്കി ഓളിയാണ് ഒന്ന് പോണ്. കുറവുണ്ടോന്നില്ലേ നോക്കാന്. നാളെ ചെയ്തിട്ട് പിന്നെ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെ ചെങ്ങായിനെ കുളിപ്പിച്ചലും കാര്യൊക്കെ തുടങ്ങി. ഇപ്പൊ ഇങ്ങനെ നന്നായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആദ്യം അതേമാതിരി എന്താ കുഴപ്പം നല്ല ഉറക്കേനി കുളി കഴിഞ്ഞിട്ട്. ഓൾ അതിനെടുത്തങ്ങാണ്ട് മടിയിൽ വെച്ച് കുത്തിരിക്കും. കാണാതെ കാണുമ്പോ ഒരു ഇതല്ലേ. അപ്പൊ ഞാൻ ഓനെ കാണാൻ വന്ന കാര്യായിട്ട് അല്ലേ. അപ്പൊ ഇങ്ങനത്തെ പരിപാടി വെച്ചാല് കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയേനി. മറ്റേ രാസ്നാന്തിപ്പൊടിയൊക്കെ മണക്കുണ്ടല്ലേ. നല്ല മണാണ് ആ ക്രീമും അതും ഇതൊക്കെ തേച്ചിട്ട്. ഇതൊക്കെ നല്ല മണത്തേക്കേനി. നല്ല കുട്ടികളെ മണം നല്ല രസാലേ. നല്ല കഴുത്തിലൊക്കെ പൗഡർ ഇതാക്കിയിട്ട് കുറച്ച് ഏറിപ്പോയി. ഞാൻ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഞങ്ങള് കണ്ണെയ്ത് ഉറങ്ങിയാലേ നിന്നേരുള്ളൂ. കുടിച്ചു വലിച്ചു അങ്ങനെ തുപ്പീമല്ല തുപ്പുക. എന്താ മരുന്നായാലും കഴിച്ചിട്ടുണ്ടെച്ചീറൊക്കെ അങ്ങനെ പോയി തുപ്പിയാ കാണാ. ഓനെ മറ്റേ മരുന്ന് ഇഷ്ടാ, ഈ വൈറ്റമിൻ ഡി. അത് നല്ല ഇഷ്ടാ. പരത്തി ചെയ്തണ്ട അത് മതി. എന്താറ് ശുദ്ധി പിന്നെ ഇപ്പൊ പരത്തി കൂട്ടും. മുഖത്ത് മാതി മാതി പാടോക്കിയാ കണ്ണിന്റെ താഴെ ആ സോക്സ് ഇതിന്ന് കിട്ടിയില്ല. നമ്മളൊരു കണ്ണെഴുതി ആരെ കൺമശ കാങ്ങിയാളെയൊക്കെ 2 വാങ്ങി. ഒന്ന് ഞങ്ങള് പറഞ്ഞേ ഇത് ചെറുത് എന്താ പറയാ. കാരണം ഇപ്പത്തെ കൺമശി നോക്കിയാ ഇതിന്റെ വീതിയും വണ്ണവും വലിപ്പൊക്കെ നോക്കിയാ അതിന്റെ അടിയിലുണ്ടടി. അടിയൊന്നുമില്ല. ഇതിൽ കട്ടി അറിയുന്ന സാധനല്ല. പണ്ട് പറഞ്ഞൊരു കുണ്ടിട്ട് കാണുന്നത് എനിക്ക് ഒരു 5-8 മാസം ഉണ്ട്. അപ്പൊ അത് പറയുന്ന ഇട്ടിട്ടേ ബേബി പൗഡർ കണ്ണോട്ട് നോക്കിയാ കാണും. ഈ സോക്സും കൈമറിയും ഒക്കെ പാടമ്മ അതിന്റെ ഉള്ളിൽ തിരികെ വെച്ചിക്കണം. അത് ഞാൻ കാണാല്ല പറഞ്ഞിട്ടേ കണ്ണോണ്ട് നോക്കിയാ കാണൂന്ന്. ചുറ്റിപ്പന്നെ കുളിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ വന്ന നേരെ ആലോചിക്കണം. 11 കുളിപ്പിച്ചില്ലേ. എന്ത് കാട്ടിയാലും വെല്ലിപ്പ അറിയില്ല. നൈറ്റ് ഡ്യൂട്ടി എടുത്ത ക്ഷീണം കാണും. കുളി കഴിഞ്ഞ നല്ല റെഡിക്ക് കിട്ടും. മറ്റേ കണ്ണ എങ്ങനെയാലും ഒരു ഇത് വരും. ഒന്ന് കയറി വന്നെങ്കിൽ ഇറങ്ങും. ഒരു കോടിച്ച് വരും. അതാണ് അതിന്റെ ഒരു. എന്നിട്ട് എങ്ങനെ ഉണ്ട് ഇനി ടൂറൊക്കെ പോയിട്ട്? 2 ദിവസം എന്താ ഛർദിച്ചില്ല. ആദ്യമായിട്ടാണ് ജനിച്ചിട്ട്. അന്ന് അപ്പാനായിട്ടൊക്കെ നെൽപൂർക്ക് എത്തി അതാവിച്ചെന്നെ അറിയുള്ളൂ. അങ്ങനെ വണ്ടി പോയിട്ട് ഛർദി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല എന്താവോ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജനിച്ചിട്ട് 24 കൊല്ലായിട്ട് ആദ്യമായിട്ടാണ് 2 വട്ടം കാർ കയറിയിട്ട് ഛർദിച്ചാക്കണം. വണ്ടി കേട്ട് നമ്മളെ വണ്ടിയാണ് ഒത്തിരിക്കല്ലേ. പിന്നെ എങ്ങനെ 4 വണ്ടി കാർ കയറി ആരുതായാലും എന്താ ബോധം ഉണ്ടാവൂ. എടി ചില വണ്ടി ഇങ്ങനെ പള്ളങ്ങനെ ഒച്ചാ പോയി. പള്ളം ഇങ്ങനെ മേപ്പെട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു ഒയക്ക്. പക്ഷെ ആ ഇല്ലച്ചനെ ഞാൻ ചെറിയപ്പോ ഞാൻ ഛർദിച്ചില്ല. ചെറിയപ്പോ ഞാൻ ഛർദിച്ചില്ല. മറ്റേ ഗുളിക വാങ്ങും. ഗുളിക വാങ്ങിട്ട് ഞാൻ ഉറങ്ങല. പേപ്പർ ഇരിക്കണോർത്ത് വെച്ചാ ഉണ്ടാവില്ല എന്നിട്ട് അങ്ങനെ നോക്കുമ്പോ ഛർദിച്ച. ആദ്യമായിട്ട് അടച്ച അത്ഭുതം. എല്ലാവർക്കും അത്ഭുതം. എല്ലാരും ഛർദിക്കും. കാറ് ഓട്ടോറിക്ഷ മതിയോ പറഞ്ഞേന്. കാർ എടുക്കണ്ട പറഞ്ഞേന്. ഒന്നാമത് ഞങ്ങളൊക്കെ എന്നേലെ കാറ് കയറുള്ളൂ. അതാണ് ഒന്നാമത്തെ വിഷയം. ഞമ്മക്കില്ലാത്തോണ്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോ അങ്ങനെ കേറുമ്പോ പിന്നെ നമുക്ക് കജ്ജൂല്ല. ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് താത്തയൊക്കെ ചോദിച്ചിന്. നമ്മൾ ഇന്നലെ ഒരു ചെറിയാപ്പൂന്റെ പോലെ ഫാമിലി ആയിട്ട് പോയിനി. ഇന്നലെയും പോയിനില്ല ഞങ്ങള്. ചെറിയാപ്പൂന്റെ പെരക്കാരും എല്ലാരും പോയിനി ബീച്ചിക്ക്. വ്ലോഗ് എടുത്തോ? നമ്മളെ സെക്കൻഡ് പിരികോ ഫസ്റ്റ് പിരികോ സെക്കൻഡ് പിരികോ റെഡി ആയില്ലേ? റെഡിയായി. എങ്ങനെ ഉണ്ടായില്ല കാണാൻ?
അതില് കാണാൻ എങ്ങനെയുണ്ട് നാന് ല്ലേ? ഉറങ്ങാണ്, അതുകൊണ്ട് എന്തും കാട്ടാ. കുത്തൊന്നും വേണ്ടല്ലോ. വേണ്ട. ഒരു കുത്ത് വെച്ചാലും ഇങ്ങനെ നിൽക്കട്ടെ. അന്ന നാന് കുത്തി 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 കുത്തി. ഹായ് പെൺകുട്ടിയാണെങ്കിലേ വാല് ഞാൻ ഐലീനറൊക്കെ വാങ്ങണമെന്നുണ്ടായിന്. ഇങ്ങനെ സ്റ്റാറില്ലൊരു ഐലീനറൊക്കെ അല്ലേ, എന്നിട്ട് ഇങ്ങനെ കുളിയുണ്ട്. ഇവിടെ കുത്തിടുക, ഇവിടെ കുത്തിടുക, ഇവിടെ കുത്തിടുക. ഞാൻ അവിടെ പറഞ്ഞോ ഒറ്റ കുത്തമ്മ അല്ലേ? തെങ്ങായിയെ ഞാൻ ഇപ്പൊ കുലിക്ക് ഇങ്ങനെ മടിയിൽ ഇപ്പൊ ഞാൻ മടിയിൽ വെച്ചിട്ട് നീച്ചോ? നമ്മള് പുടിച്ചാ നീച്ചൂല. അവിടെ നിന്ന് കടത്തോക്കിയ അപ്പൊ തുടങ്ങും പശുമ്പുളി ഉണ്ടാക്കല്. നാന് പാവാണല്ലേ ഷെങ്ങായിയെ? ആ ടവലോണ്ട് തോത്തിക്കള തേക്കില് കൺമശാവൂലേ? വെല്ല വെല്ല തോത്തി. നിങ്ങളുണ്ടാ ഫുഡ് കഴിക്കാ? പിന്നല്ലേന്ന് പൈസ നമുക്ക് ഷെയർ ഇടാല്ലേ? സിഫിന്റെ റിച്ചല്ലമ്മ, ഓള് പെറ്റിട്ട് നമുക്ക് പൈസ തന്നോ? എത്ര ഉറങ്ങാത്ത രാത്രികൾ ഞങ്ങൾ എനിക്ക് തന്നു. എന്താ പിന്നെ കൺമശായിട്ട് തോത്തരുത് കേട്ടോ. കുറച്ച് ലേഖ എടുത്ത് കൊണ്ടേക്കോ, തടി എന്നായിക്കോട്ടെ. അളക്കിട്ട് വടച്ച റബ്ബേന്റെ കജ്ജ് കോളവും പൊന്തിരിക്കുക. മാറിയില്ലപ്പോ സംഭവം ശരി കേട്ടോ. നല്ല വളക്ക നല്ല നയിപ്പാണ്. എത്ര ആളുണ്ടെങ്കിലും തികയില്ല ആ കാര്യത്തിന്. ആളില്ലോണ്ടില്ലേ, അല്ലെങ്കിൽ എന്താട്ടെ അമ്മായി ആകെ ഇടങ്ങാറായിനി. നമുക്ക് അതിന്റെ ഒരു ബിസിനസ് തുടങ്ങാം. എല്ലാം ചോദിച്ചിട്ടുണ്ടല്ലേ? ചെറിയാപ്പ് പറഞ്ഞേ ഞങ്ങള് തുടങ്ങിയ ഞങ്ങളിപ്പോ സഹകരിച്ചോ? ചെറിയാപ്പ് ഇന്നലെ ഇങ്ങനെ പറഞ്ഞീനി അളക്കാൻ ആള് വേണം. അളക്കാൻ ഇജ്ജിപ്പൊ എനിക്ക് 40-90 റെസ്റ്റ് കഴിഞ്ഞ കളത്തേക്ക് ഇറങ്ങണം. ഇറങ്ങും കാലാകാലം വെച്ചെടുക്കോ? പിന്നെന്താ. അപ്പൊ ഞങ്ങള് അങ്ങനെ എന്താ അറിയോ, ചെറിയാപ്പോ കമന്റ് നമ്മളതിൽ ബിസിനസ് പരിപാടി പറയുന്നുണ്ട്. പിന്നെ ആദ്യം തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞത് നമുക്ക് നല്ലൊരു കച്ചവടമാട്ടോ അനു, നമുക്ക് തുടങ്ങാറ്. പിന്നെ അളക്കി കഴിഞ്ഞപ്പോ അനുവിനോട് ഇജ്ജ് തുടങ്ങിക്കോ, ഞാൻ അല്ല കജ്ജൂല. പക്ഷെ എന്ത് പണിക്കോ അതിൻ്റെതായിട്ടുള്ളൊരു ഇതില്ലേ, എല്ലാം നല്ലതാ. പിന്നെ ഇങ്ങനെ ആരുണ്ടാക്കി എങ്ങനെ വെച്ചാല് നമുക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഞങ്ങളപ്പോ സഹകരിച്ചോ എന്ന് അറിഞ്ഞാൽ തുടങ്ങിയില്ലേ? തുടങ്ങും. ഓല് സഹകരിച്ചണ്ടേ? ഇപ്പൊ ഞങ്ങൾക്ക് 2 കമ്പനി, ഒന്ന് ബൺമസ്ക് ഉണ്ട്, പിന്നെ ഉപ്പിലിട്ടത് സ്കൂളിന്റെ മുറ്റത്തുണ്ട്, ഇനി ഇതുമ്പാടുണ്ട്. അപ്പൊ എന്നാ തുടങ്ങിയ ചോദിച്ചു എല്ലാരും. ഇങ്ങനെ നിങ്ങളൊരു കമന്റ് നമുക്ക് ഇങ്ങനെ തുടങ്ങാതുണ്ട്. പക്ഷെ തുടങ്ങി കഴിഞ്ഞാല് ഇങ്ങനെ പൈസ ആണ് സാധനങ്ങൾ വാങ്ങണം, അതൊക്കെ കാണുമ്പോ ഇങ്ങനെ കൂട്ടിയതൊക്കെ ഒറ്റ തെറ്റിച്ചില്ല. അപ്പൊ മാണ്ടോന്ന് ചെറിയപ്പോ ഇന്നലെ ഭയങ്കര കണക്കൂട്ടല്ലേ ഇനി. ഫ്ലിപ്കാർട്ടിൽ ആ തുലാസിന് കുറച്ചോനെ അതിന് 800 അതൊക്കെ. പൊട്ടണ കുപ്പിയാണോ പ്ലാസ്റ്റിക് കുപ്പിയാണോ? പൊട്ടിന കുപ്പീനെ പൊട്ടും, അപ്പൊ പ്ലാസ്റ്റിക് കുപ്പി മതി. അത് കണക്കൂട്ടീനി തുടങ്ങണം എന്നൊക്കെ. തുടങ്ങി കഴിഞ്ഞാല് നല്ല പരിപാടി നല്ലതാണ്. ഇപ്പൊ യൂട്യൂബേഴ്സത്തെ എത്ര ആൾക്കാര് ഡ്രസ് പരിപാടി അല്ല ഇതാകുമ്പോഴേ ആ മുടി കൊഴിച്ചിലും കാര്യം പ്രസവത്തിനായിട്ട് ഇങ്ങനെ വിരകണോലില്ലല്ലോ. ഇത് പിന്നെ ആർക്കും തിന്നാം. അവിടുത്തെ അമ്മാനോട് ചോദിച്ചു, അതിനറിയോല അവിടുത്തെ അമ്മക്ക് കാറ്റിലേക്ക് എല്ലാതും അറിയും. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളും കൂട്ടും പറഞ്ഞെന്നാല് എല്ലാവർക്കും ഉണ്ടാക്കാലോ. ഉമ്മ ഉണ്ടാക്കി തരാറുന്നു. ആണോ? ഓർഡർ അമ്മ ഉണ്ടാക്കി തരാറുന്നു. അപ്പൊ ചിലപ്പോ നൈരാറ് വെച്ചെന്ന് തുടങ്ങാറുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ പ്രസവിച്ച് ഇറക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ, വാങ്ങില്ലേന്നൊന്ന് പറയണ്ടിട്ടോ. എന്തായാലും എങ്ങനെയാണ് നമ്മള് കഴിച്ചിലാവുക അല്ലേ? പറയാൻ പറ്റും. കൊറേ ഇടങ്ങാറാവണം, കാരണം മതി പരിപാടിക്ക് നല്ല നയിച്ചാണ്. ഇമ്പനൊക്കെ ഉണ്ടാവും അളക്കാൻ. ഇജുണ്ടാവൂലേ? ഓ എന്നോട് കണ്ടപ്പോ ചോദിച്ചു നമ്പുറത്ത് എന്നാ അതിനെ ഒറ്റ സ്പീഡ് വരാനേ ഇല്ല. കായ് കച്ചോട പൈസക്ക് മുട്ടായി ഇവിടെ എന്തോണ്ടടാ, ഇവിടെ എന്തോണ്ട് അനക്കൊക്കെ നല്ല വരച്ചുണ്ടാ. കുട്ടീനെ മഞ്ഞ് വെക്കാനേ ഇല്ലേ? അല്ലാതെ എനിക്ക് ചെരുപ്പ് വേണ്ടേ? ചെരുപ്പ് അടിയിലേ കരന്റെ മാതിരി ഓട്ടാക്കി വെച്ചിരിക്കണ. എങ്ങനെയാവും ഇതൊക്കെ? ഇപ്പൊ 4 വാങ്ങിയതാണ്.
എല്ലാരും മറ്റേ ഞാൻ ചെറിയപ്പോ പോയില് ഓലെ കൊണ്ടേക്കൂടെ എന്ന് ചോദിച്ചു. നിങ്ങൾ കാണുന്ന ആൾക്കാരേ അല്ലോല്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ദൂരം ആ വണ്ടിയിൽ പോണോണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അങ്ങനത്തെ ഒരാളാവൂല. ഇങ്ങനെ ഞാൻ ചെറിയപ്പൂനോട് കുയിന്നടിച്ച് ഗുളിക അതിന് തരാറുണ്ട്. ഇതിന് ഛർദിയായി ചെറിയ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചേലാവണം, ഗുളിക കുടിച്ചാതെ ജീവിച്ച ചേലാവണം കാറിലാന്ന്. അപ്പൊ ഞാൻ ഓനെ കൊണ്ടുപോയി കഴിഞ്ഞാല് വള്ളാണ്. ഓന് നല്ല അടങ്ങിക്കൂല തീരങ്ങൾ അവിടെ ഉണ്ടാവൂല, ആ ഏരിയയിലേ ഉണ്ടാവില്ല. ഞാൻ മറ്റേ ഞാനിതൊക്കെ കേട്ട് നോക്കണ്ടേ ഓനെ. ആ ലേലടുക്കൾ കാണുകയല്ല, അവിടെ ടിക്കറ്റ് ഇല്ലാതെ എല്ലാവർക്കും കയറും അവിടെ പോയ തെരിയ മറ്റേ പട്ടിയാക്ക് ബെൽറ്റ് ഉണ്ടാതിരി ഓരോ ബെൽറ്റിന്റെ ഓരോ കൊല്ലിക്ക് ഇട്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ കാണുന്ന ആൾക്കാരല്ല ഇത് ഇറങ്ങിക്കൂല. ഈ മൂന്നെണ്ണം കൂടി കഴിഞ്ഞപ്പോഴത്തെ ഒച്ചയും പൊളി ഞങ്ങൾക്ക് അത് ഫിദാന്. പിന്നെ അവിടെ അങ്ങനത്തെ സംഭവമാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകണം. അങ്ങോട്ട് അറിയില്ല. ഇൻഷാല്ലാ നമുക്ക് സ്കൂൾ പൂട്ടനോട് പ്രസവം കഴിഞ്ഞിട്ട് പോകണം. സെറ്റാടാ ഞങ്ങള് പോയതല്ലേ ഇജിനോണ്ടൂല അന്ന കൊണ്ടുപോല അതിനുണ്ടാവും ഇതിനുകൊണ്ടില്ലല്ലോ. അപ്പൊ ദിയാനെച്ച അങ്ങനത്തെ ഒരു പരിപാടിയാന്ന് വെച്ചാൽ അറിയില്ല. ഇനിന്ന് ഞാൻ ആദ്യമായിട്ട ലോണ്. അപ്പൊ ഞാൻ കാറ് കയറിയ നെൽബുപാട്ടിനോ ഓനെ സ്കൂളിൽ ഇപ്പൊ നാളെ ഇവിടെ ടൂർ എങ്ങോട്ടാ ടൂർ ഓന് കാറ് കയറിയാണ്ടല്ലോ എല്ലായിടത്തും കൊണ്ടാവും. പോകാൻ നേരത്തെ ഓനെ തെരഞ്ഞാ കാണൂല, ഉണ്ടാവൂല. ഓന് കാറ് ടൂറുണ്ടോ ഊട്ടിക്ക്? ഊട്ടിക്ക് അതിനിപ്പോ പോണം പറഞ്ഞ് നിക്കുക. പക്ഷെ ഇനി പോകാൻ നേരത്തെ ഉണ്ടാവൂല. പക്ഷെ ഞാന് ഗുളി കുടിച്ചു പോകും. ഓനെന്താ അറിയോ, ഏത് വണ്ടിയിലാണ് ബൈക്ക് വെച്ച് ഏത് വണ്ടിയിലാണെങ്കിലും അങ്ങോട്ട് കേറിയ ഓൻ കൊയഞ്ഞു പൂവാടുന്ന മാതിരി കൊയഞ്ഞ ഓനെ വേറെ ആൾ എടുത്തു കൊണ്ടോണ്ടി വരും. പിന്നെ കാണാൻ ഈ ടൂറ് പോണ ആള് ഇജാണ്. അപ്പൊ കാണണമെങ്കിൽ ഇനി വേറെ ആള് ആദൂനെ സ്വിമ്മിംഗ് പൂൾ വെള്ളമായതുകൊണ്ടാണ് ഇച്ച് പേടി. ആദൂനെ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കി ഞാൻ കരയത്തിക്കാണ്. ഓനെ കുറെ പൈന സ്കൂൾ കുട്ടികളൊക്കെയുണ്ട്. അപ്പൊ മുട്ടുങ്ങറ്റുള്ളൂ, ഓന് മുട്ടുങ്ങറ്റുള്ളൂ വെള്ളം. പക്ഷെ കുട്ടികളാവുമ്പോ വെള്ളത്തിൽ മലിന്ന് കഴിഞ്ഞാല് ഓൽക്ക് അത് അയന്നെമ്പാടുമാണ്. അതിൽ ഞാൻ കരയത്ത് നിന്ന് ഓൻ അതിലൊക്കെ പോകണ്ട. അതിലൊക്കെ നടന്ന് ഞാൻ വേറെ ഡ്രസ്സും കൂടി എടുത്തിട്ടില്ല. ഞാൻ ഓൻ അങ്ങനെ വട്ടം ചുറ്റി അങ്ങനെ നടക്കണം. കാരണം മുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആ നിപ്പിൽ എന്താട്ടി ഓനെന്തോ ബേഗ് കണ്ട് തെറിച്ചണുണ്ടോ, ഏതോ കുട്ടി തള്ളിട്ട് എന്താണാവോ എന്റെ മുന്നിന്ന് 3 മുങ്ങലോ മുങ്ങി. ഞാനോ ചാട്ടും പെണ്ണിന്റെ തലന്റെ വില കൂടെ ചാടിയിരിക്കണം. കാരണം അത് കണ്ണ് നെല്ലിയിലാക്കി ഇങ്ങനെ നിക്കണേ. അപ്പുറത്തോലും ഇപ്പുറത്തോലും ഒന്നും ശ്രദ്ധിച്ചൂലല്ലോ, ഒക്കെ അവനാൻ കാര്യല്ലേ. അയ്യോ അവന്റെ അടുത്ത് 10 ആളുണ്ട്. ഞാൻ അവിടെ ഉണ്ടായോണ്ട്. അല്ലെങ്കിൽ ഈ വള്ള പരിപാടി അല്ലെങ്കിൽ തന്നെ നല്ലതല്ല. മറ്റേ ഇതൊക്കെ ഉണ്ടടാ ഒരു ട്യൂബ് ഇട്ടോ, ട്യൂബുമ്പോ കുടിച്ചിട്ട് അറിയോ. അപ്പൊ അന്നേ വിചാരിച്ചിരിക്കുന്നു ഇഞ്ഞി പോണെന്ന്. നമുക്ക് പോണം സ്കൂൾ പൂട്ടിനാണ് ഇപ്പടുത്തോ നല്ല വില കേട്ടോ. 3000 4000ന്റെ അടുത്ത് 3800 800 എന്നാലും രാവിലെ പോയാല് വൈകുന്നേരം വരെ നിക്കണീന്. പക്ഷെ മേലേക്ക് പോണം, 3-ാം നില കേറി പോണം. അപ്പൊ നമ്മള് കൊയങ്ങാണ്. അതുള്ള കാര്യമായിട്ട് അതിൽ കേറാല്ല സംഭവം. റൈഡർ ഉണ്ട്, വള്ളത്ത് കളിച്ചിട്ടുണ്ട്. വള്ളത്തിന് രസം. പിന്നെ തെങ്ങിന്റെ മേലത്തെ ഒറ്റ ശ്വാസം ഒക്കത്തിലും കേറി. ആൾക്ക് ധൈര്യല്ലോ, അണച്ചു ധൈര്യല്ല. ഒരു കുഴപ്പമില്ല, ഇതിനൊക്കെ ഇരിക്കണ ഇഷ്ടം. ഓക്ക് കുഴപ്പമില്ല, ഞാനൊക്കെ പോയിച്ച ആർക്കും. ഇന്നാളെ ഇടക്കരേ മറ്റേ തോണിയിൽ കേറിട്ട് ഞാൻ ഇറങ്ങിയല്ലോ. ഇജ്ജ് കേറി? ഞാൻ ഞാൻ ഇങ്ങനെ എടുത്തണ്ടൂലേ. അപ്പൊ നെഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് ഒരു കല സാധനം ഇങ്ങനെ പോയി ഒറ്റക്കല. പിന്നെ അതും കേട്ടത് പിന്നെ അർത്ഥപ്പെട്ട പോയി. അങ്ങോട്ട് ചാടുന്ന മാതിരി. പിന്നെ മേലക്ക് ഒന്നുമ്പോൾ ഒരു കാളല്ല, അടിക്ക് ചാടുമ്പോൾ കാളല്ല. എന്തിനാ കാളാ നിക്കണ്? അതെങ്ങനെയാണെന്നറിയോ, തെങ്ങിന്റെ മേലെല്ലാം ഒരു സാധനം ഇട്ടടി. തെങ്ങിന്റെ തോൽപ്പൽ സാധനം നമ്മളെ വെല്ല ഇങ്ങനെ അരിച്ചടിച്ചു പോളും. ഒറ്റല്ല നമ്മള് പൊന്തിയ ഒന്നുമില്ല, പിടിച്ചാലൊന്നുമില്ല. ഇങ്ങനെ ഒരു കമ്പിയുള്ളൂ താത്തി. ഇവിടെ ഇങ്ങനെ പിടിച്ച് നിക്കുക. അല്ലെങ്കിൽ നിലത്തുക്കടും മുഗ്ഗലൊന്നും ഉണ്ടാവില്ല, കാരണം അത്ര സെക്യൂരിറ്റി ഉണ്ടാവൂലേ. അല്ലെങ്കിലും ഒന്നിനൊരു ഇതില്ലല്ലോ. ഒറ്റടല്ല. എന്നിട്ട് പാലിക്കണ്ണാണ് കുടിച്ചു, മുക്കാലിനാണ് കുടിച്ചു. എന്നിട്ട് വെല്ല കൊണ്ട് പോയി മണ്ടം ഫുള്ള് അതിന് കയറ്റിയില്ല. പിന്നെ വേറെ ഒന്നുണ്ട്, ഇങ്ങനെ തോണിയല്ല, ഒരു സ്കൂട്ടി മാറി ഒരു വണ്ടി അതിലുണ്ട്. ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ. അത് ചെറിയാപ്പു ഒന്ന് കേറിയിട്ട് ചെറിയാപ്പു പിന്നെ തലർക്കായി മന്ദപ്പായി അവിടെ കുത്തിരുന്നു. വീഡിയോ എടുക്കാളില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് മറ്റോള് ഞങ്ങള് പോയി വന്നീനിപ്പോ മുതലാവണ്ടേ.
അങ്ങനെ പോയി. അല്ലെങ്കിൽ ആള് നമ്മളെല്ലാരും പോകുകയാണെങ്കിൽ രസാ. അതില് നിരങ്ങി എണ്ണതൊക്കെ എടുക്കുകയാണെങ്കിൽ രസക്കാരം. ഇൻഷാല്ല നമുക്ക് പോണം അല്ലേ അമ്മ? പാനായിട്ട് പോണല്ലേ. ഇപ്പാക്കൊരു ആഗ്രഹം ഉണ്ട് ഊട്ടി പോണം. കൊറേ കാലായി പറയണേ. ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന ടൈമിലേ പറയും വള്ളം വൈദ്യന്റെ എത്ര പോയാണ് മടുത്തു ഊട്ടി. വയനാട്ടിലെ അവിടുന്ന് കുറച്ചുള്ളൂ. അതാ അങ്ങനെ തന്നെയാണ്. ആ തണുപ്പും മലയെ മറ്റേ ഇതും തേയില തോട്ടവും ഒക്കെ ചുരം കയറിയൊക്കെ അല്ല ഇങ്ങനെ പോണ്. നാടുകാണിയൊക്കെ കഴിഞ്ഞല്ലേ പോണ്. എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്താ കൂട്ടാൻ വെക്കാ? കൂട്ടാൻ പരിപ്പൊക്കെ തന്നെ. അടുത്ത ആള് എവിടുന്നാ വരുന്നേ? ഇതാണേ കാൽമ ചാളി പുറത്തുനിന്ന് കേക്കി വാ. പോവണ്ടടാ. അപ്പൊ ഇന്ന് ഞങ്ങള് കുട്ടീനെ മഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവുക കേട്ടോ. കുന്മാണ്ട് ഇവിടെ കുട്ടികളെയും പൊറക്കിങ്ങാണ്ട് പോവുകയാണ്. എന്തിനാടാ പോണേ? നമ്മൾ കുട്ടീനെ മഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്യാന്. അപ്പൊ ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോ അത്യാവശ്യം ഉണ്ട്, 14 ഉണ്ട്. അപ്പൊ ഇനി കുറവുണ്ടേക്കെന്ന് വിചാരിച്ച് പോവുകയാണ്. കുറഞ്ഞാ മതി. കാരണം ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്, കണ്ണിലും മേത്തുകൂടിയും ചെറുതായിട്ടുണ്ട്. എന്നാലും ആദ്യത്തിലേറെ കുറവ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ടെസ്റ്റും പാടെ കഴിഞ്ഞൊരു സമാധാനായി. നമ്മള് ഇതൊന്നും അറിയാതെ ഇവിടെ കിടക്കുക കേട്ടോ. പാവണ്ടെന്നും കുത്തണം. കുട്ടികളെ കുത്തണാണ് ഗതികേട്. ഇതൊക്കെ ഇടങ്ങാറുണ്ടടാ ഓനെ കുത്തണതേ. കുട്ടീനെ കുത്താനേ ഇടങ്ങാറില്ലല്ലോ. നല്ല കാക്കാര് കേട്ടോ. അങ്ങനെ തന്നെ വേണം കാക്കാരായ. എന്താടാ കുട്ടീന്റെ ബ്ലഡ് എടുക്കാൻ പോകല്ലേ? അപ്പൊ ഞങ്ങൾ എടുത്തുക്കണ് സ്നേഹല്ലാതല്ലേ. നോക്കണോ കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ കാക്കാര് ഇവിടെ എവിടെ ഉണ്ടാവൂല. ഇതാണേ ഉമ്മച്ചിന്റെ വകയാണ്. ഇന്നെന്താ നിങ്ങളെ വക? ഉമ്മച്ചിന്റെ വക ഫുഡ്. എന്ത്? റോസ്റ്റ്. എന്റെ വകല്ല, എന്റെ ഒന്നുമില്ല. എന്റെ ഗൂഗിൾ പേയിലല്ല പൈസ. ഇത് ചെറിയാപ്പ പൂമള് കാട്ടിയ മാതിരി തിന്നാൻ പോയിട്ട് വല്ല ഇറങ്ങിപ്പോയാലോ. എന്നാ ഞാൻ ഫസ്റ്റ് തിന്നു തിന്നാൻ കയറിയാല്. എന്നിട്ട് ഏതായാലും വന്നല്ലേ നമ്മള് പുറത്തേക്ക് വന്നല്ലേ. നിങ്ങളെ വക എന്തേലും വേണം. രണ്ടാളി വക വേണം. നിങ്ങളെ വക മുട്ടായി. എനിക്ക് ചെരുപ്പ്, എന്റെ ചെരുപ്പിന് ഓട്ടായിട്ടില്ലേ? ചെരുപ്പ് വേണം. ചെരുപ്പാണ്. അപ്പൊ കഴിച്ച് ഞങ്ങള് അങ്ങനെ നമ്മളെ ചെക്കന് ബ്ലഡ് ഒക്കെ എടുത്തിട്ടോ. നല്ല കരച്ചിലേനി ആള്. നല്ലോണം കരഞ്ഞിക്കണ്. അങ്ങനെ എല്ലാരും ഭക്ഷണം കഴിക്കണ. എങ്ങനെ ഉണ്ടടാ? സൂപ്പർ. എവിടെ പോയാലും പിന്നെ ബ്രോസ്റ്റേ പറ്റുള്ളൂ. അപ്പൊ കുഞ്ഞാൻ പൊറാട്ടി എടുത്തുക്കണേ. തിന്നോളി.